ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഈ ഒരു വ്ളോഗിൽ കുറച്ച് ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തിയൊരു കുഞ്ഞു വീഡിയോസാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു ചെറിയ ചായ വെക്കൽ, അതുപോലെ ചക്ക വെക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിലും വോയിസ് ഉൾപ്പെടുത്തിയില്ല. ഇപ്രാവശ്യം ഞാൻ വോയിസും കൂടെ ചെയ്യാമെന്ന് വെച്ചു. ഇത് നമ്മുടെ ഇവിടെയുള്ളൊരു പൂച്ചയാണ് കേട്ടോ. ഇത് എൻ്റെ കൂടെ തന്നെ വന്നതാണ്. നമ്മൾ വെള്ളം നനക്കാനും ചെടിക്ക് നനക്കാനൊക്കെ പോവുകയാണ്. അപ്പം നനക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. ഈ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് കാണിച്ചിട്ടുള്ളൂ. ഇത് ഞങ്ങളുടെ വീടാണ്. ഇനി കുറച്ച് ചെടികളിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ളത് ബോഗൺവില്ലയാണ്. അപ്പോൾ ബോഗൺവില്ല എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് നല്ല പൂക്കളുണ്ടാവും നല്ല വെയിലുള്ള സമയത്ത്. അപ്പോൾ ആ ഒരു ബോഗൺവില്ലേൻ്റെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. അത് ഞാൻ തന്നെ നടന്ന് വീഡിയോ എടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് പോകലാണ്. ഇതിപ്പോൾ ഒരു ബഡ് പ്ലാവാണ്. ഈ ഒരു പ്ലാവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാവിൽ ഏത് സമയത്തും അധിക സമയവും നല്ലോണം ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവാണ്. അപ്പോൾ ആ ഒരു പ്ലാവ് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പൂച്ചേൻ്റെ ഫോട്ടോസാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് വൈകുന്നേരത്തെ ചായവെക്കൽ പരിപാടിയാണ്. ഈ ചായ വെച്ച ശേഷം നമ്മൾ ഒരു ചക്ക പരിപാടിയിലേക്ക് പോയി. പിന്നെ കുറച്ച് ചായക്കടിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പം നമ്മൾ അപ്പത്തിൻ്റെ പൊടി എടുത്തു. അപ്പത്തിൻ്റെ പൊടി മൈദപ്പൊടി ചേർക്കാണ്ട് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പൊടി ചേർത്തു. അതുപോലെ പുട്ടുപൊടി, അങ്ങനെ വെല്ലം, 2 പഴം, ചെറിയ പഴവും ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം മൈദപ്പൊടി ചേർക്കാത്ത ഒരു ഉണ്ണിയപ്പമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു അടേൻ്റെ ഉണ്ട്. അട വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കാരണം അട ഉണ്ടാക്കുന്ന വീഡിയോ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ രീതിയിൽ ചേർത്തിട്ടുള്ളൂ. അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഓരോ പരിപാടിയായിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ കുളിക്കാനുള്ള പരിപാടി ഇതൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത് ഈവനിങ് വ്ളോഗ് ആകാമെന്ന് ആലോചിച്ചു. അപ്പം 2 ഗ്ലാസ് ചായ വെച്ചു. ഇന്ന് അമ്മയുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഓരോ ഗ്ലാസ് ചായ വെച്ച് കുടിക്കുകയാണ്. പിന്നെ നമ്മളൊരു ചക്ക പറിച്ചു, ചക്ക പുഴുങ്ങി. ഇത്രയൊക്കെ കാര്യങ്ങളെ ഈ ഒരു വീഡിയോൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇത് ഞാൻ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി, ഉണ്ണിയപ്പത്തിൻ്റെതായിരുന്നു. ഇതൊക്കെ വീട്ടിലുണ്ടായ പൂക്കളാണ്. അധികം കൂടുതലുള്ളത് ബോഗൺവില്ലയാണ്. അപ്പോൾ എല്ലാം പൂത്ത് നിൽക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ എന്തോ വളമിട്ട് വെള്ളം ഇടുന്ന വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളം നനക്കുന്നുണ്ട്. അങ്ങനെ നനച്ചാലും ഇത് നല്ല വെയിലുള്ള സ്ഥലത്തും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും. ഈ ബോഗൺവില്ലേൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാസന്തിപ്പൂ എന്ന് പറയുന്നൊരു പൂവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചക്ക, നല്ല പ്ലാവ്. ഇത് ബഡ് പ്ലാവാണ്, ഏത് സമയത്തും ഉണ്ടാവും. അപ്പോൾ നല്ല ഇതൊക്കെയാണ്. ആദ്യമൊക്കെ ഉള്ളത് ഓറഞ്ച് ചക്കയാണെങ്കിലും നല്ല അസൽ ചക്കയാണ്. ഇത് നമ്മൾ ചക്ക ആയിട്ട് വൈകുന്നേരത്തെ സ്ഥിരം കലാപരിപാടി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം.